നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് മറുപടി നൽകുന്നു. പതിവുപോലെ ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ ഈ എപ്പിസോഡിലും മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി എത്തിയിരിക്കുന്നു. ശ്രദ്ധേയമായ ഒരു വാരം കൂടി കടന്നുപോയിരിക്കുന്നു. ബജറ്റിന് ശേഷമുള്ള ആഴ്ച എന്നതാണ് ഏറ്റവും പ്രത്യേകം. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം തന്നെ വിപണിയിൽ പ്രതിഫലിക്കുന്നതും നമ്മൾ കണ്ടു. വലിയ തോതിലുള്ള ചാഞ്ചാട്ടം മാർക്കറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായി. വീക്ക്ലി ക്ലോസിംഗ് നോക്കാം. 5286 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. 17378 സെൻസെക്സ് ക്ലോസ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള നഷ്ടത്തിൻ്റെ സൂചനകളും വിപണി നൽകി. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചെറിയ തിരിച്ചടി അനുഭവപ്പെടുന്നതും പ്രേക്ഷകർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാരത്തെ ആദ്യമൊന്ന് വിലയിരുത്താം. ഭുവനേന്ദ്രൻ, ഒരു പ്രത്യേക രീതിയിലാണ് വിപണി നീങ്ങിയത്. പ്രത്യേകിച്ച് ബജറ്റിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സെൽ ഓഫും മാർക്കറ്റിൽ കണ്ടു. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? കുറച്ച് നാളുകളായി മാർക്കറ്റിൽ നിലനിന്നിരുന്ന അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. കാരണം മാർച്ചിനെക്കുറിച്ച് മാർക്കറ്റിന് വളരെയധികം പ്രതീക്ഷകളായിരുന്നു. അതിൽ ഇലക്ഷൻ റിസൾട്ട് മോശമായി, മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. മോണിറ്ററി പോളിസി, അതുപോലെ ബഡ്ജറ്റ്, ഈ മൂന്ന് ഘടകങ്ങളും മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾക്കറിയാം, വളരെയധികം ലോവർ ലെവലിൽ നിന്ന് മാർക്കറ്റ് വളരെ ഷാർപ്പായുള്ള ഒരു റിക്കവറി വന്നു. ഒരു FI ഡ്രിവൺ മാർക്കറ്റായിരുന്നു. അപ്പോൾ FIസിൻ്റെ ഫണ്ട് എത്രത്തോളം ശക്തമായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്നോ അതനുസരിച്ചായിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് 5500 crore ഇൻവെസ്റ്റ് ചെയ്ത FIs ഈ ആഴ്ച 4 ദിവസം കൊണ്ട് 1200 crore ചുരുങ്ങി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഈ ആഴ്ച മാർക്കറ്റിൽ ഷാർപ്പായൊരു സെല്ലിങ്ങും നമ്മൾ കണ്ടു. ഇനി മാർക്കറ്റിനെ പലപ്പോഴും ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കുറച്ച് ന്യൂസുകൾ, ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരണം. അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിലും ഉള്ള മാറ്റങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇനി മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജർ ന്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് ക്രൂഡ് ഓയിൽ പ്രൈസ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. രണ്ടാമതായി നെക്സ്റ്റ് മന്ത് വരാനിരിക്കുന്ന റിസൾട്ട് ആയിരിക്കാം. ഇനി നെക്സ്റ്റ് മന്ത് വരാനിരിക്കുന്ന റിസൾട്ട് മാർക്കറ്റിൻ്റെ ഒരു ട്രിഗറായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന ന്യൂസുകൾ, ഈ രണ്ട് ഘടകങ്ങളായിരിക്കാം മാർക്കറ്റ് ഏത് ലെവലിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ FIസിൻ്റെ ഒരു ബൈയിങ് സ്ട്രെങ്ത് കുറയുമ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾക്ക് കണ്ടത്. ചില സ്കാം ന്യൂസുകൾ പുറത്തു വരുന്നു. ഇതൊക്കെ മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി പലപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റ് പലപ്പോഴും സപ്പോർട്ട് സോണിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഓരോ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഓവറോൾ മാർക്കറ്റ് ഇപ്പോഴും ഒരു പോസിറ്റീവ് സോണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റ് ഒരു കുറച്ച് ചെറിയൊരു കറക്ഷനും കൂടെ സാധ്യതയുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പുൾ ബാക്ക് മാർക്കറ്റിൽ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മേജർ ട്രിഗർ എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് വരാനിരിക്കുന്ന റിസൾട്ടുകൾ തന്നെയായിരിക്കാം. അതുപോലെ തന്നെ ഗ്ലോബൽ എക്കോണമിയിൽ നിന്ന് വരുന്ന ന്യൂസുകൾ മാർക്കറ്റിനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. ടെക്നിക്കലി മാർക്കറ്റിനെ എങ്ങനെ കാണാം? 5200 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് കഴിഞ്ഞ വാരങ്ങൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾ പലവട്ടം റെക്കമെൻഡേഷൻ നൽകുകയും ചെയ്തു. ആ സപ്പോർട്ട് ഇപ്പോഴും തുടരുന്നോ? തീർച്ചയായും ഇപ്പോഴത്തെ നിലയിൽ 5200 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. അതൊരു മേജർ ബൈയിങ് റേഞ്ച്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ബൈയിങ് റേഞ്ച് എന്ന് പറയുന്നത് 5050 to 5200 എന്ന് പറയുന്ന ലെവൽ ഒരു ബൈയിങ് ലെവൽ തന്നെയാണ്. കാരണം ആ ഒരു ലെവൽ വരുമ്പോൾ മാർക്കറ്റ് ഒരു വാല്യുവേഷൻ്റെ ഒരു ഫെയർ വാല്യൂവിലേക്ക് വരാം. ആ ഒരു ലെവൽ വീണ്ടും റിക്കവറി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടതാണ്, 2 പ്രാവശ്യം മാർക്കറ്റ് 5200 ലെവൽ വന്ന് വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് ലഭിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച പോലും 5200 അടുത്തേക്ക് വന്നതിന് ശേഷം ഫ്രൈഡേ വീണ്ടും മാർക്കറ്റിലൊരു തിരിച്ചുവരവ് നമ്മൾ കണ്ടു. 5300 ലെവലിനടുത്തേക്ക് മാർക്കറ്റ് വന്നതാണ്. അപ്പോൾ ഇനിയത്തെ നിലയിൽ 5200 ആണ് ഒരു സപ്പോർട്ട് സോൺ. ഈ എക്സാക്ട് 200 എന്നുള്ളതിലുപരി 5050 to 5200 എന്ന് പറയുന്ന ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലാണ്. ഈ 5050 ലെവൽ ബ്രേക്ക് ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ, ഞാൻ ഒരു മാസമായി പറയുന്നതാണ്, അതൊരു കുറച്ചുകൂടെ മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോയി 4800 ലെവലൊക്കെ നമ്മൾക്കൊരു പ്രതീക്ഷിക്കാം. അതിനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല. ഇപ്പോഴത്തെ നിലയിൽ ഫസ്റ്റ് എൻട്രി ലെവൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് 5050 to 5200 ആണ്. അപ്പർ ലെവൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം 5400 to 5500 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നത് 5500 to 5600 ആയിരുന്നു. എന്നാൽ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു മൂവിങ് റേഞ്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഒരു അപ്പർ സൈഡ് 5400 to 5500 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് സോണാണ്. ബൈയിങ് റേഞ്ച് എന്ന് പറയുന്നത് 5050 to 5200. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ റീ എൻട്രി ലെവലായിട്ട് അത് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്.
NBFCകളെ സംബന്ധിച്ച് റിസർവ് ബാങ്കിൻ്റെ പുതിയൊരു മാർഗനിർദ്ദേശം പുറത്തു വന്നതും ഈ വാരമാണ്. പ്രത്യേകിച്ചും സ്വർണ്ണ വായ്പ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു ഗൈഡ് ലൈനാണ് RBI കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കേരളം ആസ്ഥാനമായിട്ടുള്ള 2 കമ്പനികളാണ് ഏറ്റവും പ്രധാനമായും ഈ രംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ വായ്പ നൽകുന്ന 2 കമ്പനികളും കേരളത്തിലെ കമ്പനികളാണ്. നിരവധി നിക്ഷേപകർ ഈ 2 കമ്പനികളുടെയും സ്റ്റോക്കുകൾ കൈവശം വെച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വാർത്ത വന്നതിനെ തുടർന്ന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഈ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. കൂടുതൽ ലോവർ ലെവലിലേക്ക് 2 സ്റ്റോക്കുകളും എത്തുന്നു. നിരവധി നിക്ഷേപകരുടെ കൈവശം ഇപ്പോഴും ഈ സ്റ്റോക്കുകളുണ്ട്. എന്താണ് അവർ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിർത്തിയ പ്രോഫിറ്റ് ഒരു കാരണവശാലും വരും കാലങ്ങളിൽ നിലനിർത്താൻ സാധിക്കില്ല. കാരണം ജ്വല്ലറിക്ക് മാത്രം സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രം ലോൺ കൊടുക്കുക എന്നുള്ളത്, അതുപോലെ 60% കൂടുതൽ എക്സ്പോഷർ എടുക്കാൻ പാടില്ല എന്നുള്ള ന്യൂസ് തീർച്ചയായിട്ടും വളരെയധികം നെഗറ്റീവാണ്. കാരണം ഇപ്പോൾ 85-100% വരെ ലോൺ കൊടുക്കുന്നു. ഈ ഒരു ബിസിനസ് തീർച്ചയായിട്ടും ബാങ്കിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വളരെ അഗ്രസീവായിട്ട് പല ബാങ്കുകളും ഗോൾഡ് ലോൺ പ്രൊമോട്ട് ചെയ്യുന്നു, വളരെയധികം അഡ്വർടൈസ്മെൻറ്റുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ബാങ്കുകളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അപ്പോൾ വരും കാലങ്ങളിൽ ഈ ഗോൾഡ് ലോൺ കൂടുതൽ എക്സ്പോഷറുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി മുത്തൂറ്റ് അതുപോലെ തന്നെ മണപ്പുറം ഫിനാൻസ്, ഈ 2 കമ്പനികളാണ് കേരളത്തിൽ നിന്നുള്ള മേജർ ഒരു ഓൾ ഇന്ത്യ പ്ലെയർ എന്ന് പറയുന്നത്. ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയിൽ ആ സ്റ്റോക്കുകളിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രത്തോളം അഡ്വൈസബിൾ അല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ നിക്ഷേപകർ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ഫർദർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോഴത്തെ നിലയിൽ അത്രത്തോളം അഡ്വൈസബിൾ അല്ല. പുതിയ കേന്ദ്ര ബജറ്റിൽ ഓഹരി നിക്ഷേപകർക്ക് കൂടുതൽ ഗുണകരമായ ചില പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടായി. പ്രത്യേകിച്ചും വിപണിയിലേക്ക് കടക്കാൻ താല്പര്യമുള്ളവരെ ആകർഷിക്കുവാനായി പുതിയ ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചു. നികുതി ഇളവ്, ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവ്, അതും 3 വർഷത്തെ ലോക്കിനോടുകൂടി ഉള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഭൂരേന്ദ്രൻ? ഇത് സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഡിസിഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ 3-4% മാത്രമായിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റ് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ. അത് ഇങ്ങനെയുള്ള പല സ്കീമുകൾ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ 25-30%-ലേക്കൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തും കൂടുതൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരാൻ ഇത് കാരണമാവും. പലപ്പോഴും ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു, ഒരു FI ഡ്രിവൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ കൂടുതൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരുന്നത് വളരെ തീർച്ചയായിട്ടും നല്ലതാണ്. ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബെനിഫിറ്റാണ്. ഇന്ത്യയിലെ വളരെ നല്ല കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം, അതോടൊപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ, ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് ഇവിടെ 50,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 25,000 ടാക്സ് റിഡക്ഷനാണ് കിട്ടുന്നത്. അത് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഗവൺമെൻറ് എടുത്ത വളരെ നല്ല ഡിസിഷനിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിങ് സ്കീം എന്ന് പറയുന്നത്. മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റായി അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ ഒരു ടാക്സ് പ്ലാനിങ് നടത്തുകയാണെങ്കിൽ ഏപ്രിൽ ഓൺവേർഡ്സ് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് 4,000 അല്ലെങ്കിൽ 5,000 റുപ്പീസ് മന്ത്ലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ പലപ്പോഴും മാർച്ച് എൻഡിലാണ് നമ്മൾ ടാക്സ് ബേർഡൻ നമ്മുടെ തലയിലേക്ക് വരുന്നതും ആ ടാക്സ് അടയ്ക്കാനായി നമ്മൾ ഓടി നടക്കുന്നതും. അപ്പോൾ അതിന് പകരമായി അതൊരു നേരത്തെ ഒരു പ്ലാനിങ് നടത്തുകയാണെങ്കിൽ മന്ത്ലി ഒരു 5,000 റുപ്പീസ് വെച്ച് ഒരു ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് മാർച്ചോട് കൂടി തന്നെ അതിൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നു. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിസ്ക് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. മന്ത്ലി ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ ഇയർ എൻഡോട് കൂടി ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളിലെ വളരെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരവും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇത് മാക്സിമം എല്ലാ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ എല്ലാ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസും ഇത് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിലേക്ക് വലിയൊരു ഇന്നത്തെ ചെറിയ നിക്ഷേപമാണ് നാളത്തെ വലിയ സമ്പത്തെന്ന് പറയുന്നത് പോലെ നമ്മളുടെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ടാക്സ് ബെനിഫിറ്റോട് കൂടി വളരെ നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് രാജീവ് ഗാന്ധി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത്. അത് എല്ലാ എംപ്ലോയീസും അത് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് കിടക്കാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കത്തുകളിലേക്ക് കടക്കുന്നു. ശ്രീ ജംഷീദിൻ്റെ കത്താണ് ഏറ്റവും ആദ്യം. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളുടെ സപ്പോർട്ട് ലെവലുകളും അതിൻ്റെ ടാർഗറ്റ് എവിടെ വരെ പോകാൻ സാധ്യതയുണ്ടെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. IDBI, സെലാൻ എക്സ്പ്ലോറേഷൻ, വൈസ്രോയ് ഹോട്ടൽസ്, ഡിഷ് TV18, അരബിന്ദോ ഫാർമ. IDBI ബാങ്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ 100 ആണ്. 195 രണ്ട് സപ്പോർട്ട് സോൺ. 118 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സെലാൻ എക്സ്പ്ലോറേഷൻ ആണ്, ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്.
255 ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 255 ആൻഡ് 240 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ വൈസ്രോയ് ഹോട്ടൽ, ഒരു മേജർ ഹോട്ടൽ ശൃംഖലയൊക്കെ ഉണ്ട്. ഹോട്ടൽ ആൻഡ് ബിസിനസ്സിലാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽസ് അത്രത്തോളം സപ്പോർട്ടീവ് അല്ല. എന്നാലും 17 ആൻഡ് 1550 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 22 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ ഡിഷ് ടി വി 52 ആൻഡ് 47 രണ്ട് സപ്പോർട്ട് ലെവലാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിളാണ് ഡിഷ് ടി വി. പ്രത്യേകിച്ചും 52 അതുപോലെ തന്നെ 47 ലെവലിലേക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരാം. ആ ഒരു ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിളാണ്. 64 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ TV18 ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ലോവർ വാല്യൂവിലാണ്. 24 ആൻഡ് 22 രണ്ട് സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിൽ അഡ്വൈസബിളാണ്. 31 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അരബിന്ദോ ഫാർമ ആണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 108 100 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 130 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ സെലക്ഷൻ നല്ല സെലക്ഷനാണ്. ലോവർ വാല്യുവേഷൻ കുറച്ച് ലോവർ വാല്യൂവിലുള്ള സ്റ്റോക്കുകളാണ്. ഈ ഒരു ലെവൽ വരുമ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. പലപ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിന് പുറകെ പോകുന്നു. അത് വരാതെ മാർക്കറ്റിൽ വലിയ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞു 5200 അങ്ങനെയുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ ഒരു സപ്പോർട്ട് സോണിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് നഷ്ടം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുൾ ബാക്ക് ലഭിക്കുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാനും സാധിക്കും. പലപ്പോഴും മാർക്കറ്റ് ആ ഒരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അടുത്തൊരു മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റ് 5400 to 5500 വരെ അപ്പർ സൈഡ്. ദെൻ 5050 to 5200 എന്ന് പറഞ്ഞ ലെവൽ. ഈ ഒരു ലെവലിൽ കുറച്ച് ദിവസത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. അടുത്ത ട്രിഗർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വരാനിരിക്കുന്ന റിസൾട്ടുകൾ തന്നെയായിരിക്കാം. അതുവരെ മാർക്കറ്റ് ഈ ഒരു ലെവൽ മൂവ് ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇദ്ദേഹത്തിന് അഡ്വൈസബിളാണ്. അടുത്ത കത്തിലേക്ക് പോകുന്നത് ശ്രീ ഫൈസലിൻ്റെ കത്താണ്. ഫൈസലിൻ്റെ കത്തിൽ അദ്ദേഹം ചോദിക്കുന്ന സ്റ്റോക്കുകൾ ICICI ബാങ്ക്, സിൻടെക്സ്, ഡെൽറ്റ കോർപ്പറേഷൻ, M&M, IVRCL ഇൻഫ്ര. ICICI ബാങ്ക് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ബാങ്കിങ് സെക്ടറൊക്കെ കുറച്ചൊരു പോസിറ്റീവ് സോണിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. 870 ആൻഡ് 843 രണ്ട് മേജർ സപ്പോർട്ട് സോണാണ്. ഈ ഒരു ലെവൽ ICICI ബാങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിളാണ്. 960 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ്. ഈ ഒരു ലെവൽ 960 ലെവൽ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിളാണ്. ദെൻ സിൻടെക്സ് ആണ്. 76 ആൻഡ് 70 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ്. മാർക്കറ്റിൽ ഒരു ഷാർപ്പ് കറക്ഷൻ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. 95 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഡെൽറ്റ കോർപ്പാണ്. 65 ആൻഡ് 60 ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഈ ഒരു ലെവൽ 65 ആൻഡ് 60 സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്. 78 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ മഹീന്ദ്ര ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. 650 600 രണ്ട് മേജർ സപ്പോർട്ട് സോൺ. പലപ്പോഴും മാർക്കറ്റ് വാച്ച് ലെറ്ററിലുള്ള സ്റ്റോക്കുകളാണ് മഹീന്ദ്ര. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 650 600 രണ്ട് സപ്പോർട്ട് സോണാണ്. 735 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് ആണ്. ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു എക്സിറ്റ് പോയിൻ്റായിട്ട് നിക്ഷേപകർക്ക് കാണുന്നതായിരിക്കും നല്ലത്. ദെൻ IVRCL ഇൻഫ്ര 52 ആൻഡ് 47 ഈ രണ്ട് സപ്പോർട്ട് സോണാണ്. 47 സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 65 ആണ് സ്റ്റോക്കിൽ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു എക്സിറ്റ് പോയിൻ്റായിട്ട് പരിഗണിക്കാം. ഈ സ്റ്റോക്കുകളും ICICI ബാങ്ക്, സിൻടെക്സ്, ഡെൽറ്റ കോർപ്പ് ആൻഡ് മഹീന്ദ്ര IVRCL ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഈ ഒരു ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. അടുത്ത കത്തിലേക്ക് പോകുന്നു. പ്രബിനയുടെ കത്താണ് അടുത്തത്. പ്രബിനയ്ക്ക് വേണ്ടത് ബൽറാംപൂർ ചീനി 54 രൂപ 11 പൈസയ്ക്കാണ് ഈ സ്റ്റോക്ക് വാങ്ങിയത്. ഒപ്പം തന്നെ യൂണിടെക് 36.80 വാങ്ങി. ഈ രണ്ട് സ്റ്റോക്കും താഴോട്ട് പോയി. എന്താണ് ചെയ്യേണ്ടത്? ഇത് ഏത് ലെവലിൽ ഇനി വിൽക്കണം എന്നാണ് പ്രബിന ചോദിക്കുന്നത്. ഒന്ന് ബൽറാംപൂർ ചീനി ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 50 ആൻഡ് 46 എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ഹയർ ലെവലിലാണ് എൻട്രി. അടുത്തൊരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ചും 50 46 ഈ രണ്ട് ലെവൽ വരുമ്പോൾ ഒന്നുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതായിരിക്കാം നല്ലത്. 62 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി എടുക്കാം. ദെൻ യൂണിടെക് ആണ്. യൂണിടെക് ബൈയിങ് 17 ലെവൽ വരെ വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി പുൾ ബാക്ക് ലഭിച്ചു. 35 ലെവൽ വരെ വന്നിരുന്നു. ആ ഒരു സമയത്താണ് എൻട്രി വന്നത്. എന്തായാലും ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ നിലയിൽ ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. റിയാലിറ്റി സെക്ടറൊക്കെ ഒന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഒരു എൻട്രി അഡ്വൈസബിളാണ്. 26 ആൻഡ് 23 രണ്ട് സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഈ ഒരു ലെവൽ വരുമ്പോൾ വീണ്ടും യൂണിടെക്കിൽ ഒരു എൻട്രി അഡ്വൈസബിളാണ്. ഇപ്പോഴത്തെ നിലയിൽ 34 വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്
അതല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക, വീണ്ടും ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി. അതല്ലെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ 26 ആൻഡ് 23 ലെവൽ വരുമ്പോൾ വീണ്ടും ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി. ഈ രണ്ട് സ്റ്റോക്കിലും അടുത്ത മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ച് ലോവർ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫർദർ ബൈ അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ അനിൽകുമാറിൻ്റെ കത്താണ് അടുത്തത്. അദ്ദേഹത്തിന് അറിയേണ്ടത് ജിൻഡാൽ സ്റ്റീൽ, സുസ്ലോൺ, അപ്പോളോ ടയേഴ്സ്, L&T ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ്, കാനറ ബാങ്ക്, ഭാരതി എയർടെൽ ആൻഡ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിലൊരു എൻട്രി ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു ലോവർ ലെവലിലേക്ക് മാർക്കറ്റ് കറക്ഷൻ സംഭവിക്കുമ്പോൾ എൻട്രി അഡ്വൈസബിൾ ആണ്. ജിൻഡാൽ സ്റ്റീൽ 520 ആൻഡ് 470 രണ്ട് സപ്പോർട്ട് സോണാണ്. 600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സുസ്ലോൺ 25-22 ലെവൽ വരുമ്പോൾ നിക്ഷേപത്തിന് പരിഗണിക്കാം. 32 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ അപ്പോളോ ടയേഴ്സ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 75 ആൻഡ് 70 ലെവലാണ് സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കാവുന്നത്. 87 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ L&T ഫിനാൻസ് ആണ്. L&T ഫിനാൻസ് ഇഷ്യൂ പ്രൈസിലും താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം. 45 ആൻഡ് 40 ലെവൽ വരണമെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ വരാം. ഈവൻ കറണ്ട് ലെവൽ പോലും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ എൻട്രി അഡ്വൈസബിൾ ആണ്. 45 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 54 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. 250 ആൻഡ് 225 ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കാനറ ബാങ്ക് ആണ്. 440, 405 രണ്ട് സേഫായിട്ടുള്ള എൻട്രിയാണ്. ഈ ഒരു കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ലെവൽ കാനറ ബാങ്കിൽ ഒരു എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഭാരതി എയർടെൽ ആണ്. 320 ആൻഡ് 286 രണ്ട് സപ്പോർട്ട് ലെവൽ. 355 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളിൽ ബൈ അഡ്വൈസബിൾ ആണ്. കാരണം ഈ ഗോൾഡ് ലോൺ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഈ കമ്പനികൾക്ക് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് കൂടുതൽ ആ ലോൺ ബുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഒരു എസ്പെഷ്യലി ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൂടുതൽ എക്സ്പോഷർ എടുക്കുന്നത് തീർച്ചയായിട്ടും അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഈ രണ്ട് കമ്പനികളിൽ ബൈയിങ് നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഇതിൽ 23 സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 2150 രണ്ട് എൻട്രി ലെവലായിട്ട് തന്നെ പരിഗണിക്കാം. 29 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് ആണ്. ഗോൾഡ് ലോൺ കൂടുതൽ എക്സ്പോഷറുള്ള ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് RBIയുടെ NBFCക്ക് എതിരായിട്ടുള്ള ഈ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കൂടുതൽ എക്സ്പോഷർ ഉള്ള കമ്പനികളിൽ, ബാങ്ക് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം ഇവിടെ അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന വിലാസത്തിലാണ്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന വിലാസത്തിലും അയക്കാം. HGKDSൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിന് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.